ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവർക്കും ലീല സ്റ്റോക്കിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഞാനും സുഖമായിട്ടിരിക്കുന്നു. നിങ്ങളെൻ്റെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുന്ന കമൻ്റ് ഇടുന്നതിനൊക്കെ വളരെയേറെ സന്തോഷം. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും എല്ലാം പ്രതീക്ഷിക്കുന്നു. അപ്പം നേരെ ഇന്നത്തെ ഒരു വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം നമ്മളെ ദാനധർമ്മത്തെക്കുറിച്ചാണ്. ദാനധർമ്മം എന്ന് പറഞ്ഞാൽ നമ്മൾ ആർക്കെന്ത് ചെയ്താലും നമ്മൾ ഒരിക്കലും നമ്മുടെ ഹൃദയം നൊന്ത് നമ്മൾ കൊടുക്കുകയൊന്നും ചെയ്യരുത്. നമ്മുടെ ആർക്കെന്ത് ചെയ്താലും നമ്മുടെ നല്ല മനസ്സോടെ ചെയ്യണം. അതിന് ഉദാഹരണമായിട്ട് ഞാൻ ഇന്ന് ഒരു ബൈബിളിലെ ഒരു വചനത്തെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഞാൻ പറയുവാൻ പോകുന്നത്. അതായത് 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 9-ാമത്തെ അധ്യായം അതിൻ്റെ 7-8 വാക്യങ്ങൾ ഞാനൊന്ന് വായിക്കാം. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്താലും അരുതേ, നിർബന്ധത്താലും അരുതേ. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി ഉള്ളവരായി സകല സൽപ്രവൃത്തിയിലും പെരുകി വരുമാറ് നിങ്ങളിൽ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. ഇതാണ് വചനം. അപ്പം ഇവിടെ പറയുന്നത് അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, നിർബന്ധത്താലും അരുതേ, മനം നൊന്തും നമ്മൾ ചെയ്യരുത് എന്നാണ് പറയുന്നത്. വ്യസനത്താലും അരുത്, നിർബന്ധത്താലും അരുത്. ഇപ്പം നമുക്ക് ഒരു നന്മ പ്രവൃത്തി അല്ലെങ്കിൽ ഒരു സഹായം അല്ലെങ്കിൽ നമ്മളെ ഈവൺ ഒരു ഗ്ലാസ് വെള്ളമായാൽ പോലും ആർക്കെങ്കിലും നമ്മൾ ദാഹിച്ചു വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളം അതായാലും കൊടുത്താലും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം വേറൊരാൾക്ക് ചെയ്താൽ അത് ഒരിക്കലും നമ്മളെ സന്തോഷത്തോടു കൂടി തന്നെ അത് കൊടുക്കുകയും ചെയ്യുകയും ചെയ്യണം. നമ്മളത് കൊടുത്തു കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ അത് അയ്യോ അത് ചെയ്യണ്ടായിരുന്നു, എൻ്റെ അത് കുറഞ്ഞു പോകും അങ്ങനെ അരുത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് ഇപ്പോൾ ആർക്കെങ്കിലും ഒരു ഉപകാരം നമുക്ക് ചെയ്യണമെന്ന് അത് ഏറ്റവും ചെറുതായിക്കോട്ടെ, നമ്മളാരും ഭയങ്കര എല്ലാം തികഞ്ഞവരല്ല, ഇല്ലായ്മയിൽ നിന്നും കൊടുക്കുന്നവനെയാണ് ദൈവം കൈക്കൊള്ളുന്നത്. അപ്പോൾ ഇന്ന് ഈ ബൈബിൾ വാക്യത്തെ ഉദ്ധരിച്ചുകൊണ്ടാട്ടെ, ഈ വചനത്തിൽ കൂടെ ഈ ബൈബിൾ വാക്യത്തെ ഉച്ചരിച്ചുകൊണ്ടാട്ടെ ഇന്നത്തെ ഈ വീഡിയോ. അതായത് ദൈവം പറയുന്നത് എന്താണ്? ദൈവം പറയുന്നത് നീ ആർക്കെന്ത് ചെയ്യുന്നുവോ, ആർക്കെന്ത് നന്മ ചെയ്യുന്നുവോ അത് നീയെ എന്ത് നന്മ ചെയ്താലും അത് നീ സങ്കടത്തോടെ ആകരുതെന്ന് പറയുന്നതിൻ്റെ ഉദ്ദേശം ദൈവം പറയുന്നത് എന്താണ്? മനം നൊന്ത് കൊടുക്കരുത്. മനം നൊന്ത് കൊടുക്കല്ലേ, അയ്യോ എനിക്കത് കൊടുക്കേണ്ടി വന്നല്ലോ, അയ്യോ അവരെന്നോട് ചോദിച്ചു എനിക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല, അയ്യോ എങ്ങനെയാ കൊടുത്തു കഴിഞ്ഞിട്ട് മനം നൊന്ത്, അങ്ങനെ മനസ്സോടെന്നുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അകത്തിൽ വരുന്നത്. നമുക്ക് മനസ്സോടെ നമ്മൾ ആർക്കും ഒന്നും ചെയ്തിട്ടും കാര്യമില്ല, കൊടുക്കുകയും ചെയ്യരുത്. അങ്ങനെ അതാണ് പറയുന്നത്. നിങ്ങൾ വ്യസനത്താൽ കൊടുക്കരുതെന്ന്. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ എന്നാണ് വചനം പറയുന്നത്, ദൈവം പറയുന്നത്. നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ നിശ്ചയിച്ചുറച്ചത് നമുക്ക് ഇന്നത് ചെയ്യണം, ഇന്ന ആൾക്ക് അല്ലെ ഇന്ന വ്യക്തിക്ക് നമ്മുടെ കൺമുമ്പിൽ വരുന്ന ഉപകാരം നമ്മുടെ ഒരു വാക്കിലായാലും പ്രവൃത്തിയായാലും ഒരു ഗ്ലാസ് വെള്ളത്തിലായാലും സാമ്പത്തികം എന്തുമായിക്കോട്ടെ, ആ സഹായം നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മനസ്സിൽ ഉറച്ചു തന്നെ എനിക്കിത് ചെയ്യണം, ഈ ഉപകാരം എനിക്ക് ആ വ്യക്തിക്ക് ചെയ്യണം, അല്ലെ ഈ ഒരു നല്ല വാക്ക് എനിക്ക് ആ വ്യക്തിക്ക് വേണ്ടി പറയണം, അല്ലെങ്കിൽ ഈ ഒരു ആഹാരം എനിക്ക് ആ വ്യക്തിക്ക് വിശന്ന് വരുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഈ ഒരു ഗ്ലാസ് വെള്ളം ദാഹിച്ചു വരുന്ന വ്യക്തിക്ക് വേണ്ടിയിട്ട് എനിക്ക് കൊടുക്കണം എന്ന് നിങ്ങളെ ഹൃദയത്തിൽ ഉറച്ചുകൊണ്ട് വേണം അത് കൊടുക്കുവാൻ എന്നാണ് വചനം പറയുന്നത്. അപ്പം നിങ്ങൾ വ്യസനത്താലരുത്. അതായത് നമ്മൾ മനം നൊന്ത് ഇവർക്ക് കൊടുക്കേണ്ടി വന്നല്ലോ, അത് കൊടുക്കണ്ടായിരുന്നു എന്നുള്ള ഒരു ചിന്ത നമ്മുടെ മനസ്സിൽ ഒരിക്കലും വരാറില്ല. നമ്മൾ കൊടുക്കുന്ന ഒരു ഗ്ലാസ് വെള്ളമായാലും കൊടുക്കുന്ന സന്തോഷത്തോടു കൂടി കൊടുക്കണം. സന്തോഷത്തോടും കൂടി കൊടുക്കുന്നവനെയാണ് ദൈവം സ്നേഹിക്കുന്നത്. സങ്കടത്താലരുത്. വചനം പറയുന്നത് എന്താണ്? ദൈവം പറയുന്നത് സങ്കടത്താൽ നിങ്ങളൊന്നും ആർക്കും ഒന്നും ചെയ്യരുത്, സന്തോഷത്തോടു കൂടി തന്നെ ചെയ്യണം. എന്താണെന്ന് പറഞ്ഞാൽ എന്ത് ചെറിയൊരു നന്മ പ്രവൃത്തിയാണെന്ന് പറഞ്ഞാലും അത് നമ്മൾ സന്തോഷത്തോടു കൂടി തന്നെ മറ്റുള്ളവർക്ക് ചെയ്യുമ്പോഴാണ് നമുക്കും അത് അനുഗ്രഹമായി ആയിട്ട് തീരുന്നത്. നമ്മൾ മനം നൊന്ത് ആർക്കും ഒന്നും നമ്മൾ ചെയ്യരുത്. നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും നമ്മുടെ ഹൃദയത്തെ നമ്മൾ സന്തോഷിച്ചുകൊണ്ട് വേണം എന്തൊരു നന്മ പ്രവൃത്തിയും ചെയ്യാൻ, സൽക്കർമ്മങ്ങൾ ചെയ്യാൻ. അപ്പം ഇവിടെ കർത്താവ് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ദൈവം പറയുന്ന ഈ വചനം എന്തുവാണെന്ന് ചോദിച്ചാൽ, നിങ്ങളെ വ്യസനത്താലരുത്, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, വ്യസനത്താലുമാകരുത്, നിർബന്ധത്താലുമാകരുത്.
നിർബന്ധത്താലാകരുതെന്ന് പറയുന്ന വേറൊരാളുടെ പ്രേരണയാൽ അല്ലെ അത് കൊടുക്കേ, അല്ലെങ്കിൽ അത് ചെയ്യേ, അവർ ചോദിച്ചതല്ലയോ അല്ലെ അവരെ പറഞ്ഞതല്ലയോ അവർക്ക് വേണ്ടിയിട്ട് അത് ചെയ്യേ, അങ്ങനെ നിർബന്ധം, മറ്റുള്ളവരുടെ നിർബന്ധം സഹിക്ക വയ്യാതെ ചെയ്യരുത്. അങ്ങനെ ഈ 2 കാര്യമാണ് ദൈവം പറയുന്നത്. നിങ്ങൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞാലും വളരെ സന്തോഷത്തോടു കൂടി നിങ്ങൾ ചെയ്യുക. ആഹാരം കൊടുക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾ വിശന്ന് വരുന്നവന് നിങ്ങൾ ആഹാരം കൊടുക്കുന്നു, ദാഹിച്ച് വരുന്നവന് നിങ്ങൾ വെള്ളം കൊടുക്കുന്നുവോ, അല്ലെങ്കിൽ ഒരു ബുദ്ധിമുട്ടിൽ വന്ന ഒരാൾ നിങ്ങളോട് വായ്പ ചോദിക്കുന്നു, നിങ്ങളിൽ ആ ചോദിച്ച അത്രയും കൊടുക്കാനൊന്നും നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ തന്നെ പോലും അവരെ ആശ്വസിപ്പിക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഇല്ലെന്ന് വെച്ചെങ്കിൽ നിങ്ങൾക്ക് അവരെ നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി അവരെ ആശ്വസിപ്പിക്കാം. അതും ഒരു നന്മയാണ്. നിങ്ങളുടെ കയ്യിൽ ഉള്ളതനുസരിച്ച് അവർക്ക് കൊടുത്തിട്ട് ഇതെൻ്റെ ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ആരോടെങ്കിലും കൂടെ ചോദിയിരെ എന്ന് പറഞ്ഞു കൊടുക്കുന്ന ഒരു സമാധാനം. അത് നിങ്ങളൊരു 5 രൂപ ആയിക്കോട്ടെ, 10 രൂപയായിട്ട് 50 രൂപ ആയിക്കോട്ടെ, 100 രൂപ ആയിക്കോട്ടെ. പക്ഷേ അങ്ങനെ പറഞ്ഞ് നിങ്ങൾ ആ 100 രൂപയോ 50 രൂപയോ വെച്ചാൽ കൈവച്ച് കൊടുക്കുന്നത് തന്നെ നിങ്ങൾക്ക് ഭയങ്കര ഒരു അനുഗ്രഹമായി തീരും. നമ്മൾ ചെയ്യുന്ന ഈ നന്മകൾ നമുക്കൊരിക്കലും നമുക്ക് എവിടെയെങ്കിലും അത് ലഭിക്കാതിരിക്കുമല്ലോ. അതാണ് ഇതിപ്പം പ്രായമുള്ളവർ ചെയ്യുവാണെങ്കിൽ, മാതാപിതാക്കൾ ചെയ്യുവാണെങ്കിൽ അത് അവരുടെ കുഞ്ഞുങ്ങൾക്ക് വളരെ അനുഗ്രഹമായിട്ട് തരും. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്നുമാണ് പറയുന്നത്. ഞാൻ പറയുന്നത്. എനിക്ക് ദാനമെന്ന് പറഞ്ഞാൽ അത് എനിക്കില്ലെങ്കിൽ ഞാൻ കൊടുക്കുന്നൊരു വ്യക്തിയാണ്. എൻ്റെ മൂത്ത മോൻ പറയണ്ട, മമ്മി എന്തോ ഇങ്ങനെ ചെയ്യുന്നത്, മമ്മിക്കില്ലാതെ തന്നെ മമ്മി മറ്റുള്ളവർക്ക് എടുക്കുന്നു. അപ്പോൾ ഈ ഫേസ്ബുക്കിലായാലും ഒരു ഗെയിമുണ്ട്, അതിൻ്റെ അകത്തിലായാലും എപ്പോഴും എന്നെപ്പറ്റി പറഞ്ഞ് ഫേസ്ബുക്കുകാർക്ക് എൻ്റെ ഫോട്ടോയിൽ ഇത് ചെയ്തിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് വേണ്ടി ഞാൻ കരുതി വെക്കത്തില്ല, മറ്റുള്ളവരുടെ ആവശ്യങ്ങളെ, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കണം, ഞാൻ സ്നേഹിക്കുന്നവരെ ആരായാലും അവർക്കൊരു ഇത് വരരുത് എന്ന് കണ്ട് ഭയങ്കര ദയയും കരുണയും സിമ്പതിയും കൊടുക്കുവാൻ എത്ര കൊടുത്താലും മതിയാകാത്ത, അവർക്ക് എന്തെങ്കിലും കൊടുത്തു വേദത്തേക്ക് അത് കുറഞ്ഞു പോയല്ലോ, ഇതിലും കൂടുതലുണ്ടായിരുന്നെങ്കിൽ എൻ്റെ കയ്യിലുണ്ടായിരുന്നേ കൊടുക്കുമായിരുന്നല്ലോ എന്നൊരു അവസ്ഥ ഉള്ള ഒരു വ്യക്തിത്വത്തിനുടമയാണ് ദൈവത്തിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ. ഇപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യണം അവരെന്നോട് ചോദിക്കുകയാണെങ്കിൽ അപ്പം എനിക്ക് കരുതാറില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. എനിക്ക് കരുതാറില്ല. എനിക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് ഞാൻ നോക്കാതെ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പം അതിൻ്റെ നന്മ എന്താണെന്ന് ചോദിച്ചാൽ അത് എൻ്റെ മക്കളെ ഒരിക്കലും അവർ ഒരു നല്ല ജോലിയിലോ നല്ല പൊസിഷനിലോ നല്ല പഠിത്തത്തിലോ ഒക്കെ എത്തിച്ചേരുമെന്ന് എടുക്കുന്നതൊന്നും ഞാൻ വിചാരിച്ചതല്ലായിരുന്നു. കാരണം അങ്ങനെയൊന്നുമുള്ള ഒരു സാഹചര്യമല്ലായിരുന്നു. പക്ഷെങ്കിൽ ആ ഇല്ലായ്മയിൽ നിന്നും ഞാൻ എന്നെ കരുതാതെ എന്നെ നോക്കാതെ മറ്റുള്ളവർക്ക് ഞാൻ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, അതുപോലെ എന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ എൻ്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മമ്മി എന്താ യേശുക്രിസ്തു ആണോ, മമ്മി എന്താ മഹാത്മാഗാന്ധി ആണോ, മമ്മി എന്താ ബുദ്ധനാണോ എന്നൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്. ഇങ്ങനെയൊക്കെ ചെയ്യാം, മമ്മിയെ ദ്രോഹിച്ചോരെ അല്ലെ മമ്മി ഒരു സഹായം ചെയ്തിട്ടില്ലാത്തവർക്കൊക്കെ മമ്മി എടുക്കുകയും ഇല്ലായ്മയെന്ന് മമ്മിക്ക് കരുതാതെ മമ്മി ഇത് ചെയ്യുന്നില്ല എടുക്കുന്നതൊക്കെ എൻ്റെ മകൻ എന്നോട് ചോദിച്ചിട്ടുണ്ട്, മൂത്ത മോനെ. അപ്പം ഞാൻ അവനോട് പറഞ്ഞിട്ടുള്ളത്, അതുകൊണ്ടാണ് മമ്മി ചെയ്തവരോട് പ്രതികാരം ചെയ്യാതെ അല്ലേ എന്നെ ബുദ്ധിമുട്ടിച്ചവരോട് തന്നെ ഞാൻ അവരെ സഹായിക്കുകയോ എടുക്കുകയോ എന്നെക്കൊണ്ട് ചെയ്യാവുന്ന വാക്കുകൊണ്ടായാലും പ്രവൃത്തി കൊണ്ടായാലും ഒക്കെ എന്നെക്കൊണ്ട് ഏത് രീതിയിൽ എന്നെക്കൊണ്ട് ചെയ്യാൻ പറ്റും അത് ഞാൻ ചെയ്യുന്നത് കൊണ്ടുമാണ് ദിവസം തോറും നാൾതോറും അത് എൻ്റെ ജീവിതത്തിലുടനീളം അത് ചെയ്തു വന്നതുകൊണ്ടാണ് നിങ്ങളിന്ന് ഒരു ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ചെല്ലുന്നിടത്തൊക്കെ നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടില്ല, നിങ്ങൾ ഇന്ന് ഈ നിലയിൽ എത്തിയിരിക്കുന്നതെന്ന് എപ്പോഴും എന്നോട് പറയും. എൻ്റെ അമ്മ ഒരു ഭയങ്കര ദാനശീലിയായിരുന്നു. എൻ്റെ അമ്മ ഞങ്ങൾക്ക്, ആ അമ്മയുടെ മകളാണ് ഞാൻ. എൻ്റെ കൊച്ചിലെയൊക്കെ ഞങ്ങൾക്കറിയാം, ഞങ്ങൾക്കൊന്നും ഇല്ലാതെ തന്നെ അമ്മ മറ്റുള്ളവരെ സഹായിക്കാൻ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് എൻ്റെ അമ്മയുടെ മകളാണ് ഞാൻ. അപ്പോൾ ആ അമ്മയുടെ മകളാണ് പറയുന്നത് എനിക്ക് അഭിമാനവും സന്തോഷവും ഉണ്ട്. അപ്പം നമ്മളെ ഒരു മനുഷ്യനെ എന്ത് ചെയ്താലും എന്തോ ആയിക്കോട്ടെ, ഏത് രീതിയിലുള്ളതും ആയിക്കോട്ടെ, അത് നമ്മൾ ഒരിക്കലും നമ്മുടെ മനം നൊന്ത് നമ്മൾ ചെയ്യരുത്. നമ്മുടെ മനസ്സിലെ സന്തോഷത്തോടു കൂടി നമ്മളത് ചെയ്യണം. ദൈവത്തിൻ്റെ വചനവും അതാണ് പറയുന്നത്. സന്തോഷത്തോട് കൊടുക്കുന്നവനെ ദൈവം കൈക്കൊള്ളുന്നു എന്നാണ് വചനത്തിൽ പറയുന്നത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം കൈക്കൊള്ളുന്നു.
നമുക്ക് ഓരോരുത്തരും വേണ്ടുന്ന ദൈവം നമ്മളെ കൈക്കൊള്ളുന്നതാണ് നമുക്ക് ജീവിതത്തിലെ ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത്. അല്ലാതെ നമുക്ക് കുറേ വലിയ ബാങ്ക് ബാലൻസോ കുറേ വീടുകളോ അല്ലെങ്കിൽ കുറേ ഏക്കറുകളോ ഇതുകളോ കാര്യങ്ങളൊന്നും അല്ല നമുക്ക് അനുഗ്രഹം എന്ന് പറയുന്നത്. അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം എന്ന് പറയുന്നത് കുഴപ്പമില്ലാതെ നമ്മുടെ കുടുംബം പോകുന്നുണ്ടോ, ആപത്തിൽ നിന്ന് അനർത്ഥങ്ങളിൽ നിന്നൊക്കെ ദൈവം നമ്മളെ കാത്തുകൊള്ളുന്നുണ്ടോ, മാറാരോഗങ്ങൾക്കും അപൂർവ അജ്ഞാത രോഗങ്ങൾക്കൊന്നും അടിമപ്പെടുത്താതെ ദൈവം നമ്മളെ നടത്തുന്നുണ്ടോ, നമുക്ക് അന്നന്ന് കഴിക്കാനുള്ളതും കുടിക്കാനുള്ളതും ഉടുക്കാനുള്ളതൊക്കെ ദൈവം തരുന്നുണ്ടോ, ഇതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. അല്ലാതെ നമ്മൾ ഏക്കർ കണക്കിന് നമുക്ക് സ്ഥലങ്ങളോ വലിയ ബാങ്ക് ബാലൻസോ കുറേ വീടുകളോ ഒക്കെ ഉള്ളതാണ് ബ്ലെസ്സിങ്സ് എന്ന് അത് ദൈവം തന്നെ പറയുന്നുണ്ട്. അതല്ല അനുഗ്രഹങ്ങളെ. ഇത് വേണ്ടെന്നല്ല പറയുന്നത്, പക്ഷേ അത് വേണം ആവശ്യത്തിന്. അത് അന്യൻ്റെ പിടിച്ചു പറിച്ചു ആകരുത്, ഉപായത്തിലും ആകരുത്. ഇന്ന് മനുഷ്യർ ചെയ്യുന്നതെല്ലാം എന്താണെന്ന് ചോദിച്ചാൽ മറ്റുള്ളവർക്കില്ലെങ്കിലും അവനെ എങ്ങനെ വീഴ്ത്തിയിട്ട് അതും കൂടെ എനിക്കെങ്ങനെ സ്വന്തമാക്കാമെന്ന് ചിന്തിച്ച് സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അത് സഹോദരങ്ങളെന്നില്ല, ബന്ധുക്കളില്ല, അങ്ങനെയൊന്നുമില്ലാതെ തന്നെ ഇന്ന് എനിക്ക് സ്വന്തം, എനിക്ക് സ്വന്തമാക്കണം, എനിക്ക് വെട്ടിപ്പിടിക്കാനുള്ള ഇന്ന് സ്വത്തിൻ്റെയും മുതലിൻ്റെ അതിൻ്റെയൊക്കെ കാര്യത്തിലൊക്കെ എന്തേരം കൊലപാതകങ്ങളും എന്തേരം കാര്യങ്ങളുമാണ് നാട്ടിലൊക്കെ നമ്മളെ ഇവിടെ നടക്കുന്നത്. സ്വത്തിന് വേണ്ടി സഹോദരനെ കൊല്ലുന്നു, അല്ലെങ്കിൽ അമ്മയെ കൊല്ലുന്നു, അപ്പനെ കൊല്ലുന്നു, എല്ലാം നമ്മൾ കാണുന്നില്ലേ? നമ്മുടെ മുന്നിൽ കാണുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഒന്നും നമുക്ക് ഉണ്ടാക്കി പറയേണ്ടുന്ന കാര്യമില്ല. അപ്പോൾ ഇതെല്ലാം നമ്മുടെ കൺമുൻപിലും നമ്മുടെ സമൂഹത്തിലും നടക്കുന്നതായിട്ടുള്ള കാര്യങ്ങളാണ് ഈ കാര്യങ്ങളെല്ലാം. അപ്പം ദൈവം പറയുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ, ദൈവം പറയുന്നത് എങ്ങനെയുള്ളതാണ് അനുഗ്രഹം എന്ന് പറയുന്നത്. നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസം പോയി കഴിഞ്ഞിട്ട് നമ്മൾ ആർക്കും ഒന്നും ചെയ്യത്തില്ലല്ലോ. എപ്പം വരെ നമ്മുടെ ശരീരത്തിൽ നമുക്ക് ശ്വാസമുണ്ട്, നമുക്കെന്ത് ചെയ്യാൻ പറ്റും, വേറൊരാൾക്കൊരു നന്മ ഏത് തരത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്തിരിക്കണം. നമ്മുടെ ശ്വാസം പോയി നമ്മൾ ഡെഡ് ബോഡിയായി കിടന്നിടത്ത് നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അവനവൻ്റെ ശരീരത്തിൽ ശ്വാസം ഇരിക്കുമ്പോൾ അവനവന് ചെയ്യാവുന്ന നന്മകൾ ചെയ്യണം. ഒരു വചനത്തിൽ പറയുന്നുണ്ട്, നമുക്കൊരു വേറൊരാൾക്കൊരു നന്മ ചെയ്യാമായിരുന്നിട്ടും അല്ലെങ്കിൽ ഒരു വാക്കുകൊണ്ട് നമുക്ക് അവർക്ക് ഉപകാരം പറയാമായിരുന്നിട്ടും ചെയ്യാമായിരുന്നിട്ടും അത് ചെയ്യാതെയും പറയാതെ ഇരുന്നാലും അതും പാവമാണെന്ന് വചനത്തിൽ ബൈബിളിൽ കൂടെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ചിന്തിക്കും നമുക്കെല്ലാം ഉണ്ട്, നമുക്കെന്തോത്തിൻ്റെ കുറവാണ്, നമുക്ക് വീടുകളുണ്ട്, ഏക്കറുകളുണ്ട്, ബാങ്ക് ബാലൻസ് ഉണ്ട്, നമുക്കെന്തോത്തിൻ്റെ കുറവാണ്, നമുക്കെല്ലാം നമ്മുടെ കൈപ്പിടിയിലാണെന്നാണ് ഇന്ന് മനുഷ്യരുടെ ഒക്കെയും ചിന്തയും കാര്യം. പക്ഷേ ഒന്നും ആരുടെയും കൈപ്പിടിയിലല്ല, എല്ലാം ദൈവത്തിൻ്റെ കൈപ്പിടിയിലാണ് അല്ലേ? എല്ലാം ദൈവത്തിൻ്റെ കൈപ്പിടിയിലാണ്. ദൈവത്തിൻ്റെ കൈപ്പിടിയിലാണ് സകലതും, അല്ലാതെ നമ്മുടെ കൈപ്പിടിയിലല്ല. സർവശക്തനായ ദൈവം ലോകത്തിൻ്റെ സൃഷ്ടികർത്താവായ ദൈവത്തിൻ്റെ കാര്യത്തിലാണ് എല്ലാം ഇരിക്കുന്നത്. ഇപ്പം കണ്ടില്ലേ ഫ്ലൈറ്റ് എത്ര പെട്ടെന്നാണ്, ഒറ്റ നിമിഷം 1 മിനിറ്റ് പോലും എടുത്തില്ല ഫ്ലൈറ്റ് ഉയർന്നിട്ട് കത്തിയെരിഞ്ഞ് 241 ജീവിതങ്ങളും പിന്നെ അവിടെ താമസിച്ച് ഇത് ചെന്ന് വീടെടുത്ത് അവർക്ക് ഹോസ്റ്റലിൽ അവർ ആഹാരം കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ആ സീൻ കണ്ടില്ലേ. ആഹാരങ്ങൾ കഴിച്ചില്ലേ അവിടെ ഇരിക്കുന്ന സമയത്ത് അവർക്കറിയാമായിരുന്നു? ആർക്കും അറിയത്തില്ല. ആർക്കും അറിയാൻ വയ്യാത്ത കാര്യം എന്തുവാ? ഏത് ഭവിഷ്യമാണിക്കും ആർക്കും അറിയാൻ വയ്യാത്ത കാര്യം എന്തുവാ? അവനവൻ്റെ മരണം അപ്പോൾ അത് എങ്ങനെ എപ്പോഴും ഇവിടെ വെച്ചേ. ഇതൊന്നും അറിയാത്ത മനുഷ്യരാണ് അഹങ്കരിക്കുന്നത്. ഒരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്യാതെ, ഒരു മനുഷ്യന് ഉപകാരം ചെയ്യാനുള്ള ഇതുണ്ടായിട്ടും, സാമ്പത്തികമുണ്ടായിട്ടും, ചെയ്യാവുന്ന എല്ലാം ഉണ്ടായിട്ടും ചെയ്യാത്തവരെ ഇത് അവർ മരിക്കുമ്പോൾ കൊണ്ടുപോകുന്നതെന്ന് അവരുടെ വിചാരമൊന്നും അറിയത്തില്ല, എന്തുവാണെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഇന്ന് മനുഷ്യരെല്ലാം സെൽഫിഷായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ, എനിക്ക്, എൻ്റെ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് വചനം പറയുന്നത്, നിങ്ങൾ സകലത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തിയുള്ളവരായി സകല സൽപ്രവൃത്തികളും പെരുകി വരുമാറെ നിങ്ങൾ സകല കൃപയും പെരുക്കുവാൻ ദൈവം ശക്തനാകുന്നു. അതിൻ്റെ 8ാമത്തെ വാക്യമാണ് ഞാൻ വായിച്ച 2 കൊരിന്ത്യർ 9:8 വാക്യമാണ്. അതിൻ്റെ മുകളിലത്തെ വാക്യമാണ്, അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, വ്യസനത്താലുമരുത് നിർബന്ധത്താലുമരുത് എന്നുള്ളത്. അപ്പം ദൈവം പറയുന്നത് എന്തുവാ, വചനം പറയുന്നത് എന്തുവാണെന്ന് ചോദിച്ചാൽ, ദൈവം പറയുന്നത് എന്തുവാന്ന് ചോദിച്ചാൽ, തൃപ്തി, നിങ്ങൾ സകലത്തിലും എപ്പോഴും സൽപ്രവൃത്തി, പൂർണ്ണ തൃപ്തി ഉള്ളവരായി സൽപ്രവൃത്തികൾ ചെയ്യുവാനെന്നാന്ന് പറയും. സൽപ്രവൃത്തികൾ ചെയ്യാനാണ് ഇന്ന് ആൾക്കാരില്ലാത്തത്.
ദുഷ്പ്രവൃത്തി എന്തുമാത്രം ചെയ്യാം അതിനെപ്പറ്റിയാണ് ഇന്ന് ആൾക്കാർ ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമല്ല. സൽപ്രവൃത്തികൾ ചെയ്യുന്നവരിന്ന് കുറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. സൽപ്രവൃത്തി എന്ന് പറഞ്ഞ ഒരു കാര്യം അവർ ചിന്തിക്കുന്നില്ല. അവരോർക്കുന്നത് ഈ ദുഷ്പ്രവൃത്തി ചെയ്ത് എന്ത് നേടിയാലും എന്ത് കൂട്ടി വെച്ചാലും എന്താ എടുത്താലും ഇതിനൊരു ചോദ്യമില്ല, പറച്ചില്ല എന്ന് വെറുതെയാണ്. ദൈവം ആരെയും വിടത്തില്ല. എല്ലാവർക്കും അവരവർ ചെയ്യുന്നതിൻ്റെയും പറയുന്നതിൻ്റെയും പ്രവർത്തിക്കുന്നതിൻ്റെയും കണക്ക് അവിടെ ചെല്ലുമ്പോൾ പുസ്തകം എടുക്കും, പുസ്തകത്തിൽ നോക്കും. അതിൻ്റെ അനുസരിച്ചാണ് എല്ലാവർക്കും അവിടെ മുകളിൽ ചെല്ലുമ്പോൾ അനുഭവം കിട്ടുന്നത്. അതെ, ഈ ലോകത്തിൽ ഈ ജീവിച്ചിരിക്കുമ്പോൾ എന്തെല്ലാം മറ്റുള്ളവർക്ക് പാരവെച്ചും മറ്റുള്ളവരുടെ ഉപജീവന മാർഗത്തെ തകർക്കാനോ അല്ലെ മറ്റുള്ളവർക്കുള്ളൊക്കെ കവർന്നെടുത്ത് മറ്റുള്ളവരുടെ സന്തതി അനുഭവിക്കേണ്ടതോ അല്ലെ മറ്റുള്ളവരുടെ അനുഗ്രഹിക്കേണ്ടതോ ഒക്കെ പീഡിച്ചെടുത്ത് ജീവിക്കുന്ന കുറേ ജീവിതങ്ങളുണ്ട്. വേറെ ഒരുത്തന് അനുഭവിക്കേണ്ടത്, വേറൊരുവൻ്റെ കുഞ്ഞുങ്ങൾ അനുഭവിക്കേണ്ടത്, അല്ലെ അതൊക്കെയും പിടിച്ച് സ്വന്തമാക്കി വെച്ച് അനുഭവിക്കുന്ന കുറേ ആൾക്കാരുണ്ട് ഇന്ന് സമൂഹത്തിലേതാണ് കാണുന്നത്. അപ്പം അവർ ദുഷ്പ്രവൃത്തിയാണ് ചെയ്യുന്നത്, സൽപ്രവൃത്തിയല്ല ചെയ്യുന്നത്. ദുഷ്പ്രവൃത്തി ചെയ്ത് അവർ കുമ്മുന്നു കൂട്ടുവാണ്. ആർക്ക് എന്താ എവിടെ കൊണ്ടുപോകാൻ, എങ്ങനെ കൊണ്ടുപോകാൻ, ഇതൊന്നും അവർ ചിന്തിക്കുന്നില്ല. എന്നിട്ട് അവരെന്തുവാ ചെയ്യുന്നത്? ഈ ദുഷ്പ്രവൃത്തി ചെയ്ത് കൂട്ടി വെക്കും. അത് അവിടെ സന്തതിക്ക് അനുഭവിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നൊന്നും ഉള്ളത് അവർ ചിന്തിക്കുന്നില്ല. അപ്പം മനുഷ്യൻ ജീവിച്ചിരിക്കുമ്പോൾ, മനുഷ്യൻ്റെ ശരീരത്തിൽ ശ്വാസം ഉള്ളപ്പോൾ മനുഷ്യൻ കുറഞ്ഞത് സൽപ്രവൃത്തികൾ ചെയ്യുക. സൽപ്രവൃത്തികൾ ചെയ്യുന്നതിന് നല്ലൊരു മനസ്സുണ്ടാകണം, നല്ലൊരു ഹൃദയം ഉണ്ടാകണം. നന്മയും കരുണയും ദയയും ഒക്കെയുള്ള നല്ല ഹമ്പിളായിരിക്കുക, നല്ല ഒരു ഹൃദയത്തിൻ്റെ ഉടമയാകുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ ഉണ്ടായിട്ടും കൊടുക്കുവാനൊരു മനസ്സുണ്ടാകുക എന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അപ്പം ഇല്ലായ്മയിൽ നിന്നും കൊടുക്കുന്ന അവർക്കൊരു നല്ല മനസ്സുണ്ടായിട്ടാണ്. ഉണ്ടായിട്ടും കൊടുക്കാത്തവൻ അവൻ്റെ മനസ്സ് കാഠിന്യമായതുകൊണ്ടാണ്. അവൻ ഒരു സൽപ്രവൃത്തിയും ആഗ്രഹിക്കുന്നില്ല. അവൻ ദുഷ്ടനെന്നല്ലേ ബൈബിളിൽ പറയുന്നത്. ബൈബിളിലെ അങ്ങനെയുള്ളവരെ പറ്റി പറയുന്നത് ദുഷ്ടൻ എന്നാണ് പറയുന്നത്. ദുഷ്ടൻ്റെ ആലോചന പ്രകാരം നടക്കുന്നതെന്ന് പറയുന്നത്. അപ്പം ദുഷ്ടനെ അങ്ങനെയുള്ളവർക്ക് എന്തുവാണെന്ന് വെച്ചാൽ വചനമാണ് പറയുന്നത്. വചനത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. വചനം ദൈവം പറയുന്നതാണ്. അപ്പോൾ അതിൽ കൂടെ എന്ത് പ്രവൃത്തി ചെയ്താലും എനിക്ക് നാളെ ഒരു ചോദ്യമില്ല, ഒന്നുമില്ല, എന്തൊക്കെ ഈ ലോകത്തിലെ കാട്ടിക്കൂട്ടിയിട്ട് സമ്പാദിച്ചെടുത്ത് വെച്ചിട്ട് പോയാലും എനിക്കൊരു പ്രശ്നമില്ല. പക്ഷേ അവിടെ ചെല്ലുമ്പോൾ ഒരു നിയമപുസ്തകം എടുക്കും, അവിടെ എല്ലാം എഴുതിയിട്ടുണ്ട്. ആരെ കളിപ്പിച്ചോ, ആരെ കബളിപ്പിച്ചോ, ആരുടെയെങ്കിലും അപഹരിച്ചിട്ടുണ്ടോ, ആർക്കും കൂടെയെങ്കിലും അർഹതപ്പെട്ടത് എടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതൊന്നും ഇല്ലെന്നല്ല എന്നോർത്ത് മനുഷ്യരാരും ജീവിക്കരുത്. ഇതൊക്കെ ഉണ്ട്. ഇതിനൊക്കെ മറുപടി ഇവിടെ അല്ലെങ്കിൽ ഈ കബളിപ്പിച്ചവരോടല്ലെങ്കിൽ അവിടെ ഇടത്തുണ്ട് മറുപടി. ഇന്ന ആളെ കളിപ്പിച്ചില്ല എന്നൊക്കെ എല്ലാം വ്യക്തമായിട്ട് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മൾ ഓർക്കും നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയും ആര് കാണുന്നില്ല, എടുക്കുന്നില്ല എന്ന്. മനുഷ്യരുടെ മുന്നിൽ കാണാതെ നമ്മൾ മനുഷ്യരെ മറച്ച് ചെയ്യുന്ന ഓരോ പ്രവൃത്തികളും ദൈവത്തിൻ്റെ സന്നിധിയിലുണ്ട്. അപ്പോൾ അത് കണക്കിടാതിരിക്കുകയില്ല. അതുകൊണ്ടാണ് പറയുന്നത് നന്മ ചെയ്യുക. എന്തുമാത്രം നന്മ, ഏത് തരത്തിൽ നമുക്ക് നന്മ ചെയ്യാൻ പറ്റും? നമ്മുടെ പരിമിതികളിൽ നിന്നുകൊണ്ട്, നമ്മുടെ അവസ്ഥകളിൽ നിന്നുകൊണ്ട്, ഒരു വാക്കുകൊണ്ടായിക്കോട്ടെ, ഒരു പ്രവൃത്തി കൊണ്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളം കൊടുത്തായിട്ടോടെ, വിശന്ന് വരുന്നതിന് ഒരു നേരത്തെ ആഹാരം കൊടുത്തുകൊണ്ടായിരിക്കട്ടെ, ദാഹിച്ചു വരുന്നവർക്ക് ഒരു കണ്ട്. അപ്പം ഇതിനകത്തിലെ പറയുന്ന ഈ ബൈബിളിൽ പല പറയുന്നത് നിങ്ങൾ അതിഥി സൽക്കാരം നടത്തുവിൻ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇതിൻ്റെ അകത്തിലും പറയുന്നുണ്ട്, ഭാഗവതത്തിലും പറയുന്നുണ്ട്, അതിഥി ദേവോ ഭവ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതിഥികളെ എങ്ങനെ കണക്കാക്കണമെന്നാണ് ദൈവം പറയുന്നത്. അവരെ ദേവന്മാരെ പോണക്ക് കണക്കാക്കണം. അവർക്ക് സൽക്കാരം ചെയ്യണം, അവർക്ക് ആഹാരം കൊടുക്കണം, വെള്ളം കൊടുക്കണം. അവരെ സൽക്കരിക്കുന്നത്, അതിഥികളെ സൽക്കരിക്കുന്നത്, ഏത് തരത്തിലായാലും അവരെ നല്ല രീതിയിൽ സൽക്കരിക്കുന്നത് തന്നെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പം നമ്മുടെ കൈ കൊണ്ട് നമ്മളിപ്പോൾ കുറച്ച് പേർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുത്തെന്ന് വെച്ചോ, നമ്മളിപ്പോൾ നമ്മുടെ കൈ കൊണ്ട് കുറച്ച് ആഹാരം ഉണ്ടാക്കി ചിലർക്ക് നമ്മൾ ദാനം ചെയ്താലേ അത് ഭയങ്കര ഒരു അനുഗ്രഹം. അന്നദാനം എന്ന് പറയുന്നത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും നമ്മളത് ചെയ്യുക, അത് ചെയ്തിരിക്കണം. അതാണ്. ഇപ്പം ഇല്ലാത്തവർക്ക് ഒത്തിരിയും നന്മ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള എന്നെപ്പോണുള്ളവരുടെ ഒന്നും കയ്യിലൊന്നും ഒന്നുമില്ല. നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ കാര്യത്തിലൊന്നും ഇല്ല. പക്ഷേങ്കിൽ
ഈ കൊടുക്കണ്ടെന്ന് ആഗ്രഹിക്കുന്ന ഇടത്തിൽ ഇഷ്ടം പോലെ ഉണ്ട് താനും അവരോട്ട് ചെയ്യത്തുമില്ല, അവർക്ക് മനസ്സില്ല. അതാണ് ഇന്നത്തെ കാലത്തെ ഒരവസ്ഥയെന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്ക് ഈ വീഡിയോയിൽ കൂടെ എല്ലാവരോടും പറയാനുള്ളത്, നമ്മൾ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശ്വാസമുള്ളപ്പോൾ ഈ വചനത്തിൽ പറയുന്നത് പോലെ നമ്മൾ ആർക്ക് എന്ത് ചെയ്താലും വ്യസനത്തോടെ ആകരുത്, സങ്കടത്താലുമാകരുത്, നിർബന്ധത്താലും അരുത്. ആരും അവനവൻ്റെ മനസ്സ് സങ്കടപ്പെട്ട് ഉല്ലാസ വെള്ളം പോലും കൊടുക്കരുത്. വ്യസനപ്പെട്ട് ഒരു പ്രവൃത്തി പോലും ആർക്കും ഉപകാരം ചെയ്യരുത്. അതുകൊണ്ടൊക്കെ തന്നെ നല്ല മനസ്സോടെ, നല്ല ഹൃദയത്തോടെ, നല്ല സമ്മതത്തോടെ അവനവൻ്റെ ഹൃദയത്തിൽ നനച്ചതുപോലെ എനിക്കത് ചെയ്യണം, എനിക്കത് കൊടുക്കണം എന്നുള്ള, ആ വ്യക്തിക്ക് എനിക്കത് ചെയ്യണം, ആ വ്യക്തിക്ക് അത് കൊടുക്കണം എന്നുള്ള ഹൃദയത്തിൽ നിശ്ചയിച്ചുറച്ച് പോലെ നമ്മൾ ചെയ്യണം. വ്യസനത്താലും സങ്കടത്താലും ആർക്കും ഒന്നും ചെയ്യും, നിർബന്ധത്താലും മറ്റൊരാളുടെ നിർബന്ധത്തിൽ അത് ചെയ്യാനും എടുക്കാനും പോകരുതെന്നുള്ളതാണ് എനിക്കിന്ന് ഈ വീഡിയോയിൽ കൂടെ പറയാനുള്ളത്. അപ്പം നമുക്ക് ഓരോരുത്തർക്കും നല്ലൊരു ദാനകർത്താക്കളായിരിക്കാം. നമ്മളെ കൊണ്ട് ചെയ്യാവുന്ന ഉപകാരങ്ങൾ മറ്റുള്ളവർക്ക് പറയുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ ആയിരിക്കട്ടെ. അങ്ങനെ എല്ലാവർക്കും നല്ലൊരു അനുഗ്രഹങ്ങൾ കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നിത്രയും.